ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14 അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും കൂടി നടത്തുന്ന ഒന്നാമത്തെ മിഷണറി യാത്ര. അവർ യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഇന്നും നമുക്ക് മാപ്പിൽ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അവർ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇന്നുമുണ്ട്. മാത്രമല്ല, അവർ യാത്ര ചെയ്ത പട്ടണങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. അവർ യാത്ര ചെയ്ത സമയം, അവർ കപ്പലിലാണോ നടന്നാണോ യാത്ര ചെയ്തത്, ഇതെല്ലാം വളരെ കൃത്യമായി ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ചരിത്ര വസ്തുതകളാണ് എന്ന് മനസ്സിലാകും. 14 അധ്യായത്തിൽ അവർ ഇക്കോന്യയിൽ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന കാര്യമാണ് നാം വായിക്കുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം ഗലാത്യ എന്ന പ്രദേശമായിരുന്നു. ഈ കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നന്നാണ്. കാരണം പുതിയ നിയമത്തിൽ പിന്നീട് ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള സഭകൾക്കാണ് ആ ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് 14 അധ്യായം വായിക്കാം. 1 മുതൽ ഞാൻ വായിക്കുന്നു. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ഞാൻ അവിടെ നിർത്തുന്നു. ഇക്കോന്യയിൽ യഹൂദന്മാരുടെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ യഹൂദന്മാരും യവനന്മാരും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രസംഗം കേട്ട് ഈ 2 കൂട്ടത്തിലുമുള്ള ചില ആളുകൾ വിശ്വസിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ സ്ഥലങ്ങൾ ഗലാത്യ സഭകളായിട്ടാണ് പിന്നീട് അറിയപ്പെടുന്നത്. വിശ്വസിക്കാത്ത യഹൂദന്മാർ ജാതികളെ പൗലോസിനും ബർന്നബാസിനുമെതിരെ തിരിച്ചു. നമ്മളൊരു കാര്യം ഓർക്കണം, യഹൂദന്മാർക്ക് പൊതുവെ ജാതികളെ ഇഷ്ടമല്ല. അവർ ജാതികളോട് പങ്കു കൂടാറില്ല. എന്നാൽ ദൈവത്തെയും ദൈവവചനത്തെയും സുവിശേഷത്തെയും എതിർക്കുവാൻ വേണ്ടി അവർ ആരുമായും കൂട്ടുപിടിക്കാൻ തയ്യാറായിരുന്നു. നമുക്കറിയാമല്ലോ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാർക്ക് യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവർ ഹെരോദ്യരുമായി കൂട്ടുകൂടി എന്ന് നാം വായിക്കുന്നുണ്ട്. ഹെരോദ്യരെന്ന് പറഞ്ഞാൽ വളരെ അധാർമികരായ ആളുകളാണ്. ഹെരോദ രാജാവിൻ്റെ സ്വഭാവമുള്ള ആളുകൾ എന്ന് വെച്ചാൽ എന്ത് അനീതിയും അധാർമികതയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ. അവരുമായി പോലും കൂട്ടുകൂടാൻ യേശുവിനെ തിരസ്കരിക്കുവാൻ തീരുമാനിച്ച ആളുകൾ തയ്യാറായി. അതുതന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ജാതികളെ കൂട്ടുപിടിച്ച് ഇവർക്കെതിരെ അവർ പ്രശ്നമുണ്ടാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് താനൊരു കാര്യം പറഞ്ഞു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാനത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 51 വാക്യമാണ്. ഇനി 52 വാക്യം. ഇനിമേൽ ഒരു വീട്ടിൽ 2 മൂവരും 2 ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്ദിച്ചിരിക്കും.
അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മാവി അമ്മ മരുമകളോടും മരുമകൾ അമ്മാവി അമ്മയോടും ഛിദ്ദിച്ചിരിക്കും. എന്ന് വച്ചാൽ ഒരു വീട്ടിൽ സുവിശേഷം വന്നാൽ ചില ആളുകൾ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കില്ല. വിശ്വസിക്കാത്ത ആളുകൾ വിശ്വസിച്ച ആളുകളോട് വിരോധം വെച്ച് പുലർത്തും. അവരുമായി അവർ പിണങ്ങും. ഈ ഭാഗം എടുത്തിട്ട് ചില ആളുകൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ യുദ്ധം ഉണ്ടാക്കാനാണ് വന്നത് എന്നൊക്കെ പറയാറുണ്ട്. അത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. സാധാരണ ഭാഷയുടെ നിയമങ്ങൾ പോലും പാലിക്കാതെയാണ് അവർ ഇത്തരം വാക്യങ്ങൾ എടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. യേശു പറഞ്ഞത് തൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്ന ആളുകളുടെ വീട്ടിൽ തന്നെ എതിർപ്പുണ്ടാകും. അപ്പനെന്നോ അമ്മയെന്നോ മകളെന്നോ മകനെന്നോ സഹോദരനെന്നോ അമ്മായിയപ്പനെന്നോ അമ്മായിയമ്മയെന്നോ മരുമകളെന്നോ വ്യത്യാസമില്ലാതെ അവർ എതിർക്കും. ഇത് വളരെ സത്യമായൊരു കാര്യമാണ്. ഇന്നും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷം വിശ്വസിച്ച ചില ആളുകളെക്കുറിച്ച് മാതാപിതാക്കൾ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു മകൻ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ്. അവൻ അധർമ്മം ചെയ്യാൻ പോകുന്നില്ല, താൻ തോന്നിയായി ജീവിക്കുന്നില്ല, അവൻ ദൈവഭക്തിയിൽ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന എന്ന ഒരു തെറ്റേ ചെയ്യുന്നുള്ളൂ. അവനെ നോക്കിയാണ് മാതാപിതാക്കൾ പറയുന്നത് ഇങ്ങനെയൊരു മകൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു മകൾ ഇല്ലായിരുന്നെങ്കിൽ എന്ന്. ഏതായാലും അവിടെ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അവർ വളരെ കാലം പാർത്തു എന്ന് വായിക്കുന്നു. അതിൻ്റെ അർത്ഥം അവിടെ അനേകരോട് സുവിശേഷം പറയാനും അവരെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് സാധിച്ചു. അവിടെ നമ്മൾ വായിക്കുന്ന മറ്റൊരു കാര്യം, അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാനും ഉള്ള വരം അവിടെ വെച്ചുണ്ടായിരുന്നു. നമ്മളിത് പെർഗയിലും അന്ത്യോക്യയിലും ഒന്നും കാണുന്നില്ല. അവിടെ പൗലോസും ബർന്നബാസും യാതൊരു അതിശയങ്ങളും ചെയ്തതായി വായിക്കുന്നില്ല. എന്നാൽ ഇവിടെ അവർ അതിശയം ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അതിശയം നടക്കുന്നത്, ചില സ്ഥലങ്ങളിൽ അതിശയം നടക്കാത്തത്? ഇത് അപ്പോസ്തലന്മാരുടെ കഴിവോ തീരുമാനമോ അല്ല. അവർക്ക് അക്കാലത്ത് അത്ഭുതങ്ങൾ ചെയ്യുവാനും അടയാളങ്ങൾ ചെയ്യുവാനും വരങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അവർ പോയിടത്തെല്ലാം അത് ചെയ്തു എന്നല്ല. ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ച ചില സ്ഥലങ്ങളിൽ മാത്രമേ അക്കാലത്തും അവർ ചെയ്തുള്ളൂ. അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കില്ല, സുവിശേഷം ആളുകൾ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലും രോഗസൗഖ്യം ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലും ആളുകൾ വിശ്വസിച്ചു. മാത്രമല്ല, രോഗസൗഖ്യം കിട്ടിയ സ്ഥലങ്ങളിൽ ആളുകൾ വിശ്വസിക്കണമെന്ന് നിർബന്ധവും ഇല്ല. എന്തായാലും അവരുടെ പ്രസംഗം കേട്ട് വിശ്വസിച്ച ആളുകൾ ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എന്നാൽ വിശ്വസിക്കാത്തവർ പ്രശ്നമുണ്ടാക്കി. അവരെ ഉപദ്രവിക്കണം, അവരെ അടിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അവിടെ ഉണ്ടായി. അതുണ്ടായപ്പോൾ അവർ ആ സാഹചര്യം മനസ്സിലാക്കി. അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ ഞങ്ങളെന്നാൽ അവരെ ഒന്ന് വെല്ലുവിളിക്കാം. അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് വെച്ച് മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ അവർ തുനിഞ്ഞില്ല. അവർക്ക് വേണ്ടേ, അവർ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ, അവർ അവിടുന്ന് ഒഴിഞ്ഞുപോയി. വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോയി പ്രവർത്തിക്കാമല്ലോ എന്ന് വെച്ച് അവർ ആ സ്ഥലം ഒഴിവാക്കി, പ്രശ്നം ഒഴിവാക്കി. അതൊരു നല്ല മാതൃകയാണ്. നാം ഇപ്പോൾ വളരെയധികം സുവിശേഷ വിരോധികളെക്കുറിച്ചും സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും ഒക്കെ നാം കേൾക്കാറുണ്ട്. സത്യമാണ് താനും. എന്നാൽ വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്ത് ഞാൻ അവിടെ തന്നെ പ്രവർത്തിക്കും, അവിടെ തന്നെ നിൽക്കും എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ അവിടെ ഉപദ്രവങ്ങൾ വരുന്നത് ദൈവം നമ്മെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ ആ മാതൃക നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേമിലെ സഭയിൽ ഉപദ്രവം ഉണ്ടായപ്പോൾ വിശ്വാസികൾ ചിതറിപ്പോയി. അവർ പല സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതാണ് ഇവിടെയും ഉണ്ടായത്. ചുറ്റുമുള്ള ദേശങ്ങളിൽ അവർ പോയി സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവർ ലുസ്രയിലെത്തി. ലുസ്രയിലും അവർ സുവിശേഷം പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സുവിശേഷ പ്രസംഗത്തിന് ഉപദ്രവമുണ്ടാകും, എതിർപ്പുണ്ടാകും എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. എതിർപ്പില്ലാതെ നമുക്ക് സുവിശേഷ പ്രസംഗം, സുവിശേഷ ഘോഷം നടത്താൻ സാധിക്കില്ല. എന്നാൽ
ആ എതിർപ്പുകളെ എല്ലാം നാം തോൽപ്പിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ചില സ്ഥലത്തുള്ള എതിർപ്പുകൾ നമ്മെ ആ സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറി പ്രവർത്തിക്കുവാൻ സഹായിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ആത്മീക വിവേചനം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് അപ്പോസ്തലന്മാർ ഇവിടെ ചെയ്തത്. ഒന്നാം മിഷണറി യാത്രയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാന കാരണം അവർ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിന് കീഴ്പ്പെട്ടു. ദൈവാത്മാവിനെ അനുസരിച്ച് അവർ പല സ്ഥലങ്ങളിൽ പോയി. അതുകൊണ്ട് അവർക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.